Hi guys. So in this video we are going to discuss about the documentary The Last Stand by Peter von Puttkamer. അപ്പോൾ നേച്ചറിനെ കുറിച്ച് അതല്ലെങ്കിൽ നേച്ചർ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചിട്ട് പീറ്റർ വോൺ പുട്ട്കാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ഡയറക്ടറോ റൈറ്ററോ മീഡിയ പേഴ്സണോ ഒക്കെ കൂടെ ആയിട്ടുള്ള പീറ്റർ വോൺ പുട്ട്കാമർ എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇത് സയൻസിലെ FIUGP കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ AC സയൻസിലെ പഠിക്കാനുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. സോ ഇതൊരു 55 മിനിറ്റ് വരുന്ന ഡോക്യുമെൻ്ററിയാണ്. ഇത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നല്ല വിഷ്വൽ ഇമേജസും വീഡിയോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണത്. ഓക്കെ, വർത്ത് വാച്ചിങ് ആണ്. ചിലവർക്ക് അത് ബോറടിക്കാം, ചിലവർക്ക് ബോറടിക്കാതിരിക്കാം. സോ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ഇതിൻ്റെ സമ്മറി അറ്റ്ലീസ്റ്റ് പഠിച്ചു പോവാം. ഓക്കെ, എന്തായാലും ഡെപ്പിക്റ്റഡ് ആണല്ലോ, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഴുതാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യുക, ഇതുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. എഴുതാൻ കഴിയണ്ടേ, കണ്ടാൽ മാത്രം പോരല്ലോ. ഓക്കെ, സോ Peter von Puttkamer is the director of the documentary The Last Stand. He is a Canadian filmmaker and he mainly wrote documentaries or media things about indigenous peoples, ആദിമനിവാസികളെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററീസും ഫിലിംസും ഒക്കെ ചെയ്തിട്ടുള്ള ആളായിരുന്നു നമ്മളുടെ പീറ്റർ വോൺ. സോ he has gained widespread recognition for his work as a writer, director and producer and nominated for the 2050 Environmental Media Award for his Nat Geo series Biggest and Baddest in 2011 to 15. 2011 മുതൽ 15 വരെ എയർ ചെയ്തിട്ടുള്ള നാറ്റ് ജിയോ ഒരു പ്രോഗ്രാം ആയിരുന്നു ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ബാഡസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ ആയിരുന്നു നമ്മളുടെ പീറ്റർ വോൺ. ഈ പ്രോഗ്രാമിൻ്റെ എൻവയോൺമെൻറ്റൽ മീഡിയ അവാർഡ് ആർക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളുടെ നോമിനേഷൻ ആർക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളുടെ പീറ്റർ വോൺ എന്ന് പറയുന്ന ഈ ഡയറക്ടർക്ക് കിട്ടിയിട്ടുണ്ട്. ഹിസ് ഫിലിം ഹീലിംഗ് ഓഫ് നേഷൻസ് 1994 won Best Documentary Film at the American Indian Film Festival and his Cry of the Forgotten Land won silver plaque at the Chicago Film Festival in the same year. അപ്പോൾ മൂപ്പരുടെ ഇതേപോലെ തന്നെ നോമിനേറ്റ് ചെയ്തോ അവാർഡ് നേടിയിട്ടുള്ള 3 വർക്ക്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ 3 സിനിമാസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെയായിരുന്നു? ഹീലിംഗ് ഓഫ് നേഷൻസ്, ക്രൈ ഓഫ് ദ ഫോർഗറ്റൺ ലാൻഡ്, ഈ തുടങ്ങിയ ഈ മൂപ്പരുടെ ഈ സിനിമകൾക്കൊക്കെ അവാർഡ്സ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ടു ദ ഡോക്യുമെൻ്ററി The Last Stand. The Last Stand, directed by Peter von Puttkamer, addresses the pertinent issue of deforestation in the old growth forest in Fairy Creek, British Columbia, Canada. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന സ്ഥലത്തെ ഫെയറി ക്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ ഫോറസ്റ്റുകൾ ഡീഫോറസ്റ്റേഷനെ കുറിച്ചും അതിൻ്റെ ഇമ്പാക്റ്റുകളും നേച്ചറിൽ ഉണ്ടാക്കിയിട്ടുള്ള ബാഡ് ഇമ്പാക്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഡയറക്ടർ ഈ ഡോക്യുമെൻ്ററിയുടെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് തരുന്നത്. ഓക്കെ, old growth forests are ancient forests that have developed over centuries without any disturbances, characterized by diverse species and complex networks. അപ്പോൾ നമ്മളെ ഡയറക്ടർ ആദ്യം തന്നെ പറയുന്നത് എന്താ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ, ഓൾഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും കാലം പ്രൊട്ടക്ട് ചെയ്ത് നിലനിന്ന് പോതിരുന്ന ഒരു കാര്യമാണ്. അത് ആർക്കും ഒരു ദോഷവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇപ്പം എന്ത് തുടങ്ങിയിട്ടുണ്ട്, ആളുകൾ അതിനും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. The documentary highlights how only 1/5 of gold forests remained undisturbed and it reiterates the significance of ancient trees in carbon sequestering. ഇപ്പോൾ പറയുന്നത് ഈ ലോകത്തെ 5ൽ എന്തുണ്ട്, 1% മാത്രമേ ഉള്ളൂ ഇനി എന്തുള്ളൂ അൺയൂസ്ഡ് ആയിട്ടുള്ളത് കിടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ഇനി വളരെ കുറച്ച് മാത്രമേ കിടക്കുന്നുള്ളൂ. 5ൽ 1 ഭാഗം മാത്രമേ ഇനി ആളുകൾ നശിപ്പിക്കാത്തതായിട്ടുള്ള ഓൾഡ് ഫോറസ്റ്റുകൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുള്ളൂ. ഈ ഓൾഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് കാർബൺ സീക്വസ്റ്ററിങ്, നമ്മളുടെ ഭൂമിയിലെ കാർബൺ ഡൈ ഓക്സൈഡ് പറയുന്നുണ്ട്, ഇതിൻ്റെ അളവ് കുറയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് ഈ ഓൾഡ് ഫോറസ്റ്റുകൾ. ഓക്കെ, നമുക്കറിയാം ഈ മരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിനെ പ്യൂരിഫൈ ചെയ്തിട്ട് പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നതാണ് നമ്മളുടെ ആമസോൺ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഫോറസ്റ്റ്. അതുകൊണ്ടാണ് നമ്മളെ റൈറ്റർ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എഴുതിയിട്ടുള്ള ഡയറക്ടർ പറയുന്നത് 5ൽ 1 ഭാഗം മാത്രമേ ഇനി എന്തുള്ളൂ എക്സ്പ്ലോയിറ്റഡ് അല്ലാതെ നമ്മളെ ഭൂമിയിൽ നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. The documentary features several environmental activists and scientists who protest against rampant logging in the area and emphasize the interconnected pattern of ecological impact caused by deforestation. നമ്മൾ ബ്രിട്ടീഷ് കൊളംബിയയിലെ ഡിഫോറസ്റ്റേഷനെതിരെ അതേപോലെ തന്നെ സംസാരിച്ചവരെ കുറിച്ചും അതിൻ്റെ ഇമ്പാക്റ്റുകളൊക്കെ കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ട് പീറ്റർ വോൺ പുട്ട്കാമർ എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഇതിൽ പറയുന്നത് നമ്മളുടെ ബ്രിട്ടീഷ് കൊളംബിയയിലെ നമ്മളുടെ ഫെയറി ക്രീക്ക് എന്നുപോലത്തെ ഓൾഡ് ഫോറസ്റ്റുകളുടെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചിട്ട്, അതിൻ്റെ പ്രൊട്ടക്റ്റിംഗ് റൈറ്റ്സിനെ കുറിച്ചിട്ട്, അതിൻ്റെ പ്രൊട്ടക്റ്റിംഗ് സ്ലോഗൻസിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ്
the documentary The Last Stand. Okay, now we are going to the summary or detailed summary of The Last Stand. So let's begin. The film begins by uncovering the global dangers of deforestation, observing how only 1/5 of the Earth's old forest trees remain free from human ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഫിലിം തുടങ്ങുന്നത് തന്നെ ഗ്ലോബൽ ഡേഞ്ചേഴ്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഡിഫോറസ്റ്റേഷൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഫിലിം തുടങ്ങുന്നത്. അതായത് ഡിഫോറസ്റ്റേഷൻ കാരണം അല്ലെങ്കിൽ അമിതമായി കാടുകളെ വെട്ടിത്തെളിക്കുന്നത് മൂലം ഈ ഭൂമിക്ക് ഉണ്ടാവുന്ന അപകടങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഡോക്യുമെൻ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഹി ഓൾസോ സീസ് ദാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകത്തിൽ 1% കാടുകൾ മാത്രമാണ് ഓൾഡ് ഫോറസ്റ്റുകൾ മാത്രമാണ് ഇനി ഹ്യൂമൻസിന്റെ വക എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഹ്യൂമൻസ് അവരാൽ കഴിയുന്ന വിധം നശിപ്പിച്ചിട്ടുണ്ട്. The destruction caused by the timber industries and climate change has caused the ecological footprint to reach a tipping point, demanding urgent attention. ഈ എക്സ്പ്ലോയിറ്റേഷനിൽ ഏറ്റവും കൂടുതൽ ഓൾഡ് ഫോറസ്റ്റുകളെ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നത് ആരൊക്കെയാണ്? ടിംബർ ഇൻഡസ്ട്രീസ് ആണ്. അതായത് ഈ മരക്കച്ചവടം നടത്തുന്ന മരം വെട്ടി വിൽക്കുന്ന കമ്പനികൾ ഉണ്ടാവുമല്ലോ. അതായത് നമ്മുടെ ഫർണിച്ചർ ആവശ്യത്തിനായാലും വിൽക്കാൻ വേണ്ടിയിട്ടായാലും ഒക്കെ അമിതമായി മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന കമ്പനികളാണ് ടിംബർ കമ്പനീസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഓൾഡ് ഫോറസ്റ്റുകളെ ഏറ്റവും കൂടുതലായിട്ട് നശിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് എന്തിനു കാരണമായിട്ടുണ്ട്? ക്ലൈമറ്റ് ചേഞ്ചിന് പോലും ഈ ഞാൻ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് നമ്മളുടെ ട്രീസ് എന്ന് പറയുന്നത്, എക്സ്പെഷ്യലി ദ ഓൾഡ് ട്രീസ്. ഇവയുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ പൊല്യൂട്ടഡ് ആവും, നമ്മളുടെ അറ്റ്മോസ്ഫിയർ തന്നെ പൊല്യൂട്ടഡ് ആവും. അത് എന്തിന് സ്ഥാപിക്കും? ക്ലൈമറ്റ് ചേഞ്ചിന് വരെ സ്ഥാപിക്കും. നമ്മുടെ സ്മോഗ് ഫോഗ് എന്നൊക്കെ പറയാറില്ലേ, നമ്മുടെ ഡൽഹിയിലൊക്കെ വരുന്ന പോലെ അങ്ങനത്തതാണ് ഇവിടെ പറയുന്നത്. The documentary shows how this had led to mass protests against attempts made by tree logging companies such as Teal Jones. അപ്പോൾ ഈ ടീൽ ജോൺസ് പോലെയുള്ള ലോഗിംഗ് കമ്പനീസ് അല്ലെങ്കിൽ മരക്കച്ചവടം നടത്തുന്ന കമ്പനികൾ ബ്രിട്ടീഷ് കൊളംബിയയിൽ വന്നത് മൂലം അവർക്കെതിരെ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ റൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഡോക്യുമെന്ററി പറയുന്നത്. ഓക്കെ, ഇറ്റ് ഫീച്ചേഴ്സ് സെവറൽ റീജിയണൽ എൻവയോൺമെന്റൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് മീപ്പിൾ, ഐസ്ഡോബൽ, ക്യുലാൻ who are described as forest defenders. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കുറച്ച് ആളുകളെ കുറിച്ചും പറയുന്നുണ്ട്. ആരൊക്കെയാണ് അവര്? ഫസ്റ്റ് വൺ ഈസ് മേപ്പിൾ, ഐസ്ഡോബൽ, ക്യുലാൻ ആൻഡ് ഹു ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫോറസ്റ്റ് ഡിഫൻഡേഴ്സ്. ഫോറസ്റ്റിനെ നശിപ്പിക്കുന്നവരിൽ നിന്നും സംരക്ഷിക്കുന്നവരെയാണ് ഈ 4 പേരായിട്ട് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. Canadian ethnobotanist Wade Davis and Leila Salazar Lopez, Executive Director of Amazon Watch, a non-profit organization working for the conservation of Amazon forest. അപ്പോൾ നമ്മളുടെ ഈ 3 പേരാണ് എന്ത് ചെയ്യുന്നത്? ആമസോൺ ഫോറസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ. അതായത് പൈസയൊന്നും പ്രമാണിച്ച് മുന്നോട്ട് നിൽക്കുന്നതല്ല, ഈ പ്രകൃതി എങ്ങനെയും സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആമസോൺ ഫോറസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന 3 പേരായിരുന്നു ഈ പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെ? വേഡ് ഡേവിസ്, ലെയ്ല സാലസോ ആൻഡ് Executive Director of Amazon Watch non-profit organization working for the conservation of Amazon forest. ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ 3 പേരിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്ന ആമസോൺ വാച്ച് എന്ന ഈ സംഘടന ആമസോൺ ഫോറസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. ഫോറസ്റ്റ് ഡിഫൻഡേഴ്സ്, അതായത് ഫോറസ്റ്റ് കട്ടിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ് ഫോറസ്റ്റ് ഡിഫൻഡേഴ്സ്. assert the urgent need to protect the ancient forest to prevent the region's biodiversity and minimize climate change. അപ്പോൾ ഈ ഫോറസ്റ്റ് ഡിഫൻഡേഴ്സ് പറയുന്നത് എന്താണ്? അർജന്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓൾഡ് ഫോറസ്റ്റിനെ എത്രയും കഴിയുന്ന വിധത്തോളം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അതൊരു വലിയ ആപത്തിലേക്കാണ് പോകുന്നത്. എന്ത് ആപത്തിലേക്കാണ്? ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാർബൺ എമിഷൻ പോലെയുള്ള അതിമാരകമായ അസുഖങ്ങൾ വരാൻ അല്ലെങ്കിൽ ഇമ്പാക്റ്റുകൾ വരാൻ ഇതിനെ സ്ഥാപിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്ലൈമറ്റ് ചേഞ്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഓൾഡ് ഫോറസ്റ്റുകളെ നിലനിർത്തിയേ പറ്റൂ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ എന്ന് ഇവർ പറയുന്നുണ്ട്. They reject the argument supporting deforestation and regard policies favoring logging companies as short-sighted. So they reject the argument supporting deforestation. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡിഫോറസ്റ്റേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റുകളെ എതിർക്കുന്നുണ്ട്. ആൻഡ് പോളിസീസ് ഫേവറിംഗ് ലോഗിംഗ് കമ്പനീസ് ആസ് ഷോർട്ട് സൈറ്റഡ്. ഈ ലോഗിംഗ് കമ്പനികൾക്കൊപ്പം കൂട്ടു നിൽക്കുന്ന സംഘടനകളെയും ഇത്തരത്തിലുള്ള ആമസോൺ വാച്ച് പോലെയുള്ള സംഘടനകൾ എതിർക്കുന്നുണ്ട്. The document also covers the issues complexity by showing how the local indigenous communities such as the
Wachida First Nations are not entirely against logging. അപ്പോൾ അവർ പറയുന്നുണ്ട് ചില ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചില ലോക്കൽ കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ലോഗിങ് കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മളുടെ വച്ചീദ ഫസ്റ്റ് നേഷൻസ്. അതൊരു ഫസ്റ്റ് നേഷൻ ബാൻഡ് ഇൻ ഗവൺമെന്റ് ബാൻഡാണ് കാനഡയിലുള്ള. അവരെന്താണ് ചെയ്യുന്നത്, അവർ ഇത്തരത്തിലുള്ള ലോഗിങ് കമ്പനീസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ലോഗിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് കൂട്ടു നിൽക്കുന്നുണ്ട്, ബ്രൈബ് ചെയ്തിട്ട് അവരൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എതിരായിരുന്നു ആര്, നമ്മളുടെ ആമസോൺ വാച്ച് പോലെയുള്ള സംഘടനകൾ, ഫോറസ്റ്റ് ഡിഫൻഡേഴ്സ്. However, traditional elders like Bill Jones have vehemently opposed the destruction of ancient trees. നമ്മളുടെ ബിൽ ജോൺസ് പോലെയുള്ള ട്രഡീഷണൽ എൽഡേഴ്സ്, പഴയ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ആൻഷ്യൻ ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന രീതിയിലാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അവർ ഒപ്പോസ് ചെയ്തിട്ടുണ്ട് ഡിസ്ട്രക്ഷൻ ഓഫ് ആൻഷ്യൻ ട്രീസ്, അവരെ നശിപ്പിക്കുക എന്നുള്ളതിനെതിരെ നിന്നിരുന്ന ഒരാളായിരുന്നു ബിൽ ജോൺസ് പറയുന്ന ഒരു എൽഡർ ആയിട്ടുള്ള ആള്. ലോഗിങ് ഇൻ ബ്രിട്ടീഷ് കൊളംബിയ സ്റ്റാർട്ടഡ് ഇൻ 1800s. 1800 മുതൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷ് കൊളംബിയയിലെ ഓൾഡ് ഫോറസ്റ്റുകളുടെ ഡിഫോറസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ അത് വെട്ടി നശിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആറ്റ് ഇൻ ഗെയിൻഡ് മൊമെന്റം ഡ്യൂ ടു അഡ്വാൻസ്മെന്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടെക്നോളജി. നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ അതേപോലെ തന്നെ ഇത് കൊണ്ടുപോകാനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ കൂടി വന്നപ്പോൾ ഈ ലോഗിങ്ങിന്റെ അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷന്റെ എണ്ണം കൂടി വന്നു. ദ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ലോഗിങ് ഇൻ ഫെയറി ക്രീക്ക് സ്റ്റാർട്ടഡ് ഇൻ 2020. ആലോചിക്കണം, 1800 ലോഗിങ് തുടങ്ങിയിട്ടുണ്ട്. 2020 ആളുകൾക്ക് ബോധം വരുന്നത് എന്ത്, നമ്മളുടെ ഇനിയും തടഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ വേൾഡ് നശിക്കുന്നുള്ള ബോധം വന്നിട്ട് 2020 കാനഡയിലെ ലോഗിങ്ങിനെതിരെ ആൾക്കാർ ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. Which often resulted in the protest being violently attacked and forcibly removed from the protest site. അപ്പോൾ ഈ 2020 ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടുത്തെ ഗവൺമെന്റ് ലോക്കൽ പോലീസും ഒപ്പം ചേർന്നിട്ട്, ഈ ലോഗിങ് കമ്പനിയുടെ ഒപ്പം ചേർന്നിട്ട് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ എതിർക്കാനും അടിച്ചമർത്താനുമായിട്ട് തുടങ്ങുന്നുണ്ട്. The documentary's introductory part delves into the ecological significance of the old growth forest, highlighting the presence of cold, complex and rich mycorrhizal networks that enable the ancient trees to nurture the seedlings in the forest. അപ്പോൾ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താ, ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഡോക്യുമെന്ററി ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഓൾഡ് ട്രീസ് എന്ത് ചെയ്യണം, നമ്മൾ സീഡ്സ് എടുത്തിട്ട് റീപ്ലാന്റ് ചെയ്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാണ് കൂടുതൽ വേണ്ടത്, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിനെ കൂടുതൽ മെച്ചപ്പെട്ടതാണ് നമ്മൾ ആക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡോക്യുമെന്ററി തുടങ്ങുന്നത്. The documentary also underscores the significance of old growth speckbelly lichen in Fairy Creek. ഈ speckbelly lichen എന്ന് പറയുന്നത് നമ്മളെ കല്ലുകളൊക്കെ കാണപ്പെടുന്ന ഒരു പായലാണ്. ഈ പായൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ബയോഡൈവേഴ്സിറ്റിനെ ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യണം, മരങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം ഇത്തരത്തിലുള്ള പായലുകൾ നമ്മൾ സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. എവിടെ, ഫെയറി ക്രീക്ക്, ബ്രിട്ടീഷ് കൊളംബിയയിലെ ഫെയറി ക്രീക്കിൽ. വിച്ച് മൈറ്റ് എക്സ്പ്ലെയിൻ ദ എബിലിറ്റി ഓഫ് ദീസ് ആൻഷ്യന്റ് ഫോറസ്റ്റ് ടു ക്രിയേറ്റ് നാച്ചുറൽ വെറ്റ് സോൺസ് ആൻഡ് ഓൾഡ് വൈൽഡ് ഫയർസ്. ഈ ലിച്ചൻ എന്ന് പറയുന്ന ഈ പായൽ എന്തിനാണ് സംരക്ഷിക്കുന്നത്, വൈൽഡ് ഫയർസ് ഉണ്ടാവും, കാട്ടുതീ ഉണ്ടാവുമ്പോൾ അതിലെ വെറ്റ്നെസ് നിലനിർത്തിയിട്ട് അതിനെ കാട്ടുതീനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ അംശം അവിടെ നിലനിർത്തിയിട്ട്, വെള്ളം ഉള്ളിടത്ത് എന്തുണ്ടാവില്ല, തീ ഉണ്ടാവില്ല. അപ്പൊ ഈ കല്ലുകളിൽ ഈ ലിച്ചൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, അവിടെ ഫോറസ്റ്റ് ഫയർ ഉണ്ടാവില്ല എന്നാണ് ആക്ടിവിസ്റ്റുകൾ പറയുന്നത്. An activist believes that ancient forests of the Amazon can create rainfall that could influence the climatic conditions of the nearby regions. അപ്പോൾ പറയുന്നുണ്ട്, ആൻഷ്യൻ ഫോറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആമസോൺ നദിയാണ് അല്ലെങ്കിൽ ആമസോൺ ഫോറസ്റ്റുകളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന മൂലം എന്ത് ചെയ്യാം, നമുക്ക് ക്ലൈമറ്റ് കണ്ടീഷൻസിൽ വരെ മാറ്റം വരുത്താം. അവരെ നമ്മൾ ഒന്നുകൂടി പ്രൊട്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ന് ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതൽ അളവിൽ നമുക്ക് മഴ ലഭിക്കാൻ വരെ ഇത് കാര്യമാവും. The defenders and scientists repeatedly stress the interconnectedness of ecological systems and how deforestation in one area might affect a different part of the world. ഇതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഏരിയയിലെ ഡിഫോറസ്റ്റേഷൻ നമ്മുടെ എൻറ്റയർ ലോകത്തെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് കൊളംബിയയിലെ ഡിഫോറസ്റ്റേഷൻ ബാധിക്കുന്നത് ചിലപ്പോൾ അവരെ ആവില്ല, ഈ എൻറ്റയർ വേൾഡിനെ ആയിരിക്കും. എങ്ങനെ നമുക്ക് പറയാം, ഫോർ എക്സാമ്പിൾ, ഇപ്പം ആമസോൺ ഫോറസ്റ്റുകളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ കാർബൺ എമിഷന്റെ എന്ത് കൂടും, അളവ് കുറയും, അതായത് പ്യൂരിഫൈ ചെയ്യുന്നതിന്റെ അളവ് കുറയും. അതേപോലെ തന്നെ നമ്മളെ ലോകത്തിൽ ഉണ്ടാകുന്ന മഴയുടെ അളവും കുറയും. കാരണം ഏറ്റവും കൂടുതൽ മഴ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫോറസ്റ്റുകളാണ് നമ്മളുടെ ആമസോൺ ഫോറസ്റ്റുകൾ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. While the last stand unveils the problem of unchecked logging of ancient trees, it also considers the viability of the alternatives. സോ നമ്മളുടെ ഈ ലാസ്റ്റ് സ്റ്റാൻഡ് എന്നുള്ള ഡോക്യുമെന്ററി ഫോക്കസ് ചെയ്യുന്നത് ലോഗിങ് കമ്പനീസിന്റെ ഓൾഡ് ട്രീസിനെതിരെയുള്ള എക്സ്പ്ലോയിറ്റേഷൻ ആണ്. പക്ഷെ അത് എന്തുകൂടെ പറയുന്നുണ്ട്, ഇത് മുന്നേ
ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ആൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് എന്ത് പറയുന്നുണ്ട് നമ്മളുടെ ലാസ്റ്റ് സ്റ്റാൻഡ് എന്ന ഡോക്യുമെന്ററി പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ സ്പെഷ്യലിസ്റ്റ് ഫീച്ചേർഡ് ഇൻ ദ ഡോക്യുമെന്ററി, ദ മെത്തേഡ് ഓഫ് ക്ലിയറിംഗ് സ്പേസസ് ഫോർ ട്രീ ഫാമിംഗ് is criticized because such artificially created monoculture forests do not preserve diverse ecosystems. ഇപ്പോൾ പലതരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രീഡിംഗ് ഉപയോഗിച്ചിട്ടുള്ള ഫോറസ്റ്റ് സിസ്റ്റംസ് എന്ത് ചെയ്യില്ല നമ്മളുടെ മോണോകൾച്ചറിന്, അതായത് പലതരത്തിലുള്ള കൃഷിവർഗ്ഗങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് മോണോകൾച്ചർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ളത് എന്ത് ചെയ്യില്ല നമ്മളുടെ എക്കോസിസ്റ്റത്തിനെ നല്ലതായിട്ട് ബാധിക്കില്ല. അത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല എന്നാണ് നമ്മളെ ആക്ടിവിസ്റ്റുകൾ പറയുന്നത്. അതായത് ഒരേ സമയം തന്നെ പലതരത്തിലുള്ള മരങ്ങൾ ഒരുമിച്ച് വെച്ച് പിടിക്കുന്നത്. ഓക്കെ, അത് however, it is pointed out that the selective logging practices followed by ex-logger Mayor Wilkinson retained the climate resilience of the region. Wilkinson Wildwood is regarded as an example of sustainable forestry where economic needs are balanced with ecological preservation. At the same time, the consequences of some of the activists do not consider carbon crediting a sustainable option. അപ്പോൾ എക്സ് ലോഗർ ആയിട്ടുള്ള നമ്മളുടെ വിൽക്കിൻസനെ കുറിച്ചാണ് പറയുന്നത്. റിട്ടേൺ ദ climate resilience of the region. Wilkinson Wildwood is regarded as an example of sustainable forestry where economic needs are balanced with ecological preservation. അപ്പോൾ മൂപ്പര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തിന്റെ എക്കോളജിക്കൽ ബാലൻസ് അത് എന്തിലാണ് ലീഡ് ചെയ്തിരിക്കുന്നത്, അതിന്റെ എക്കണോമിക് നീഡ്സിലാണ്. അപ്പോൾ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യും, അവര് നമ്മുടെ എക്കോളജിക്കൽ ആസ്പെക്ട്സ് ഉപയോഗിച്ചിട്ട് അതിനെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്തിട്ട് അതിനെ സെൽ ചെയ്യാൻ നോക്കും. അതുമൂലം എന്താണ് അവിടെ ഉണ്ടാകുന്ന എക്കോളജിക്കൽ പ്രിസർവേഷൻ, എക്കോളജിക്കൽ ബാലൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. At the same time, the consequences of some of the activities do not consider carbon crediting a sustainable option. ഈ കാർബൺ എമിഷൻ എന്ന് പറയുന്നത് ചില ആക്ടിവിസ്റ്റുകൾ എന്ത് ചെയ്യുന്നില്ല, കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. കാരണം ഫോറസ്റ്റുകൾ കാർബൺ എമിഷനിൽ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷെ ചില ആക്ടിവിസ്റ്റുകൾ എന്ത് ചെയ്യുന്നില്ല, ഇതിന് മുന്നോട്ട് വരുന്നില്ല. ഓക്കെ, they believe that the carbon crediting system will only lead to minimal environmental benefits and increase the exploitation of the land. അപ്പോൾ പറയുന്നത് എന്താണ്, കൂടുതൽ മരം വെച്ച് പിടിപ്പിക്കുന്നത്, ചില ആക്ടിവിസ്റ്റുകളെ വിചാരം മരങ്ങൾ കൂടുതൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇത് എന്താവും, കഷ്ടപ്പാടാവുമെന്ന് പറയുന്നത്. ബിക്കോസ് മനുഷ്യന് ജീവിക്കാനുള്ള സ്ഥലം ഇതുമൂലം നഷ്ടപ്പെടുന്നതാണ് ചില ആക്ടിവിസ്റ്റുകൾ വാദിക്കുന്നത്. അതുകൊണ്ട് കാർബൺ എമിഷനിൽ വിശ്വസിക്കാത്ത ആക്ടിവിസ്റ്റുകളും ഇന്ന് ലോകത്തുണ്ട്. വെറും മനുഷ്യന്റെ ഡെവലപ്മെന്റ് മാത്രം വിചാരിക്കുന്നവരും ഈ ലോകത്തുണ്ട് എന്നാണ് പറയുന്നത്. The last part of the documentary focuses on the work of Living Carbon, a green tech company based in Silicon Valley that creates genetically engineered plants with enhanced ability to store more amounts of carbon in their system. ഇനി ഇതിന്റെ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഡോക്യുമെന്ററിയിൽ പറയുന്നത് എന്താണ്, എ ഗ്രീൻ ടെക് കമ്പനി ദാറ്റ് പ്രൊഡ്യൂസസ് ആർട്ടിഫിഷ്യൽ കാർബൺ എമിറ്റിംഗ് പ്ലാന്റ്സ്, അതായത് ആർട്ടിഫിഷ്യലി കാർബൺസ് എമിറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഗ്രീൻ ടെക് കമ്പനി. അപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഡോക്യുമെന്ററിയുടെ അവസാന ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നത്. They claim that the practice of genetically enhancing the plant's ability to store carbon can catalyze our attempt to restore ecosystems. അവരെ സംബന്ധിച്ച് എന്താണ്, ഇത്തരത്തിൽ നമ്മൾ ബ്രീഡ് ചെയ്തെടുക്കാന്നൊക്കെ പറയാറുണ്ട്, ബഡ്ഡിങ് പോലെ. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യുക, ചെടികളെ നല്ല ബ്രീഡുകളാക്കിയിട്ട് കാർബൺ എമിഷൻ ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കാൻ പറ്റുന്ന ബ്രീഡുകളാക്കി ചെടികളെ ഇറക്കുക. അതെന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗ്രീൻ ടെക് കമ്പനി പറയുന്നത്. അത്തരത്തിലെ ചെടികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. The documentary calls for a cultural shift in our perception and interaction with our planet, emphasizing the interconnectedness of all lives on Earth. എന്ത് ചെയ്യുന്നുണ്ട്, it discusses about the cultural shift in our perception and interaction with our planet. നമ്മളെ കൾച്ചറൽ സെൻസിൽ തന്നെ വന്നിട്ടുള്ള മാറ്റം, അതായത് ഒരു നാച്ചുറൽ സെൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് മാറാണ് ചെയ്തിട്ടുള്ളത്. നേച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഹ്യൂമൻസിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്ലാനറ്റിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എംഫസൈസിങ് ദ ഇന്റർ കണക്റ്റഡ്നെസ് ഓൾ ലൈഫ്സ് ഓൺ എർത്ത്. നമ്മുടെ ജീവിതത്തിലുള്ള ലോകത്തിലുള്ള എല്ലാ അല്ലെങ്കിൽ ജീവജാലങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത്. Finally, the documentary suggests some possible solutions to minimize the impact of damage caused by climate change and human activity. പിന്നെ എന്താണ് ഈ ഡോക്യുമെന്ററിയിൽ പറയുന്നത്, ഈ ഡിഫോറസ്റ്റേഷൻ മൂലം ഓൾഡ് ഫോറസ്റ്റുകൾ വെട്ടിത്തെളിക്കുന്നത് മൂലം വന്നിട്ടുള്ള നമ്മളുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ തടയാനുള്ള കുറച്ച് മാർഗങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഡോക്യുമെന്ററി ശേഷം പറയുന്നുണ്ട്. ഇതുപോലെ അഫോറസ്റ്റേഷൻ പോലെയുള്ള മാർഗങ്ങളൊക്കെയാണ് ഡോക്യുമെന്ററിയിൽ പറയുന്നത്. ദേ ഇൻക്ലൂഡ് സപ്പോർട്ടിങ് സ്മോളർ സ്കെയിൽ സസ്റ്റൈനബിൾ ഫോറസ്ട്രി. എന്ത് ചെയ്യുക, ചെറിയ ചെറിയ കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാടുകൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് ഈ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിൽ മാറ്റാനുള്ള ഒരു സാധ്യതയാണ്. പ്രൊട്ടക്ടിങ് ഓൾഡ് ഗ്രോത്ത് എക്കോസിസ്റ്റംസ്.
പണ്ട് കാലത്തെ മുന്നേയുള്ള വളർന്നിട്ടുള്ള ചെടികളെയും സസ്യങ്ങളെയും മരങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഗ്രോയിങ് മോർ ട്രീസ്, കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അവോയ്ഡിങ് ഹാംഫുൾ ക്രോപ്സ്, നമ്മളെ ഭൂമിയെ അല്ലെങ്കിൽ മണ്ണിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ക്രോപ്സ് നമ്മൾ നടാതിരിക്കുക. ആൻഡ് ഡെവലപ്പിംഗ് ആൻ എബിലിറ്റി ടു തിങ്ക് ആൻഡ് ആക്ട് ലൈക്ക് ഇൻഡിജീനിയസ് പീപ്പിൾ, പണ്ടത്തെ ആളുകളെ പോലെ നേച്ചറിനെ സ്നേഹിക്കുന്ന ആളുകളായി നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഡോക്യുമെന്ററിയിൽ പറയുന്ന സൊല്യൂഷൻസ്. എന്തിന്? ക്ലൈമറ്റ് ചേഞ്ചിനും ഓൾഡ് ഫോറസ്റ്റിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് മൂലം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ ഡോക്യുമെന്ററി എൻഡ് ചെയ്യുന്നത്. അവർ പറയുന്നത് എന്തൊക്കെയാണ്? ഈ ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ള നമ്മൾ കാർബൺ എമിഷൻ പോലെയുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവും. എങ്ങനത്തെ? കൂടുതൽ ക്രോപ്സ് വെച്ച് പിടിപ്പിക്കുക, ഹാംഫുൾ ആയിട്ടുള്ള ക്രോപ്സ് മണ്ണിൽ നടാതിരിക്കുക, കൂടുതൽ കണ്ടൽ കാടുകളും വെച്ച് പിടിപ്പിക്കുക, സസ്യങ്ങളും മരങ്ങളും എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, അവരെ നമ്മൾ കൂടുതൽ വെച്ച് പിടിപ്പിക്കുക. ഓക്കെ, സോ നമ്മളെ പ്രൊട്ടക്ഷൻ ഓഫ് നമ്മളെ നേച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു ദ ലാസ്റ്റ് സ്റ്റാൻഡ്. പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഒരു ഒറിജിനൽ വേർഷൻ, അതായത് 55 മിനിറ്റുള്ള ഒരു വീഡിയോ ഉണ്ട്, ഇത് നിങ്ങൾ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സാധനമാണ്. ഇത് ഞാൻ ഇതിന്റെ ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു വന്നത് മാത്രം. പറ്റുവാണെങ്കിൽ ഇത് നിങ്ങൾ എന്തായാലും കാണണം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.